നമസ്കാരം. ഭാരതത്തിന്റെ യശസ് ലോകവീതിയിൽ ഉയരുമ്പോൾ അതിനെ ഇകഴ്ത്തിക്കാട്ടാൻ ശ്രമിക്കുന്നവരുടെ കപടമുഖം വീണ്ടും വെളിച്ചത്താവുകയാണ്. ഓസ്ട്രേലിയയിൽ നടന്ന മെൽബൺ മീറ്റ്സ് മോദി എന്ന വമ്പൻ പരിപാടിയെ പെയ്ഡ് ക്രൗഡ് അഥവാ പണം കൊടുത്തു വരുത്തിയ ആളുകളെന്ന് വിശേഷിപ്പിച്ച രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജുൻ ഖാർഗെയുടെയും നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പക്ഷത്തിന് നേരെ ഇപ്പോൾ കടുത്ത പ്രതിഷേധമുയരുകയാണ്. പരിപാടി സംഘടിപ്പിച്ച പ്രവാസി കൂട്ടായ്മ ഇവർക്കെതിരെ തുറന്ന കത്തുമായി രംഗത്തെത്തിയിരിക്കുന്നു. കേവലം ആരോപണം മാത്രമല്ല അവർ പറയുന്നത്. 10,000-കണക്കിന് പ്രവാസികളുടെ ആത്മാഭിമാനത്തെയാണ് കോൺഗ്രസ് ചോദ്യം ചെയ്തതെന്നാണ് അവർ പറയുന്നത്. ഇതിന് പരസ്യമായി മാപ്പ് പറയണമെന്നാണ് സംഘാടകരുടെ ആവശ്യം. ജൂലൈ 9 മെൽബണിലെ മാർവൽ സ്റ്റേഡിയത്തിൽ അലയടിച്ച ജനസാഗരം ആർക്കും വിസ്മരിക്കാനാവില്ല. ഏകദേശം 30,000 പേർ പങ്കെടുത്ത പരിപാടിക്ക് പിന്നിൽ ഏതെങ്കിലും പാർട്ടിയുടെ പണമല്ല, ഇന്ത്യയോടുള്ള സ്നേഹവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള ആദരവുമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ചിലർക്ക് ഉറക്കമങ്ങ് നഷ്ടപ്പെട്ടു. പവൻ ഖേരയെ പോലുള്ള നേതാക്കൾ വ്യാജ വിദേശ മാധ്യമ റിപ്പോർട്ടുകൾ ഉയർത്തിക്കാട്ടി ഈ ജനപിന്തുണ കൃത്രിമമായി സൃഷ്ടിച്ചതാണെന്ന് ആക്ഷേപിച്ചു. എന്തുകൊണ്ടാണ് ഒരു പ്രതിപക്ഷ പാർട്ടിക്ക് സ്വന്തം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ പ്രവാസികൾ സ്വീകരിക്കുന്നത് ദഹിക്കാത്തത്? സ്വന്തം നാടിന്റെ യശസ്സുയരുന്നത് കാണുമ്പോൾ അഭിമാനിക്കുന്നതിന് പകരം അതിനെ തകർക്കാൻ കള്ളക്കഥകൾ മെനയുന്ന കോൺഗ്രസ് നേതൃത്വത്തിന്റെ രാഷ്ട്രീയ പാപ്പരത്വമാണ് ഇവിടെ വ്യക്തമാകുന്നത്. സിഡ്നിയിൽ നിന്ന് മെൽബണിലേക്ക് മോദി എയർവേസ് എന്ന പേരിൽ ചാർട്ടർ വിമാനം ഏകോപിപ്പിച്ച സംഘാടകർ കത്തിൽ വളരെ വ്യക്തമായി കാര്യങ്ങൾ നിരത്തിയിട്ടുണ്ട്. ഇതൊരു ഒറ്റ ദിവസത്തെ തീരുമാനമായിരുന്നില്ല. മാസങ്ങൾ നീണ്ട ആസൂത്രണം, യാത്രക്കാരുടെ ഏകോപനം, സന്നദ്ധ പ്രവർത്തകരുടെ കഠിനമായ അധ്വാനം എന്നിവയുടെ ഫലമായാണ് ആ യാത്ര സാധ്യമായത്. സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്ത് അവധി ദിവസങ്ങൾ മാറ്റിവെച്ച് വലിയൊരു ദൗത്യം പോലെയാണ് പ്രവാസികൾ ഈ പരിപാടിയിൽ പങ്കെടുത്തത്. അവരെ പണം വാങ്ങി എത്തിയവരാണെന്ന് വിളിക്കുന്നത് അവരുടെ കഠിനാധ്വാനത്തോടുള്ള വെല്ലുവിളിയാണ്. ഇവിടെയാണ് രാഷ്ട്രീയ ധാർമ്മികതയുടെ ചോദ്യം ഉയരുന്നത്. പതിറ്റാണ്ടുകളായി അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും പര്യായമായിരുന്ന കോൺഗ്രസ് ഇന്ന് ജനങ്ങളുടെ സത്യസന്ധതയെ ചോദ്യം ചെയ്യുന്നു. നാഷണൽ ഹെറാൾഡ് അടക്കമുള്ള അനവധി കേസുകളിൽ ആരോപണ വിധേയരായ നേതാക്കൾ സാധാരണക്കാരായ പ്രവാസികളുടെ ജീവിതത്തെ സംശയ നിഴലിൽ നിർത്തുന്നത് തികഞ്ഞ പുച്ഛത്തോടെ മാത്രമേ ജനങ്ങൾക്ക് കാണാൻ കഴിയൂ. ഒരു വിദേശ മണ്ണിൽ ഇന്ത്യക്കാർ ഒത്തുകൂടുമ്പോൾ അതിൽ നിങ്ങൾക്കെന്താണ് അലോസരം? BJPയോ സർക്കാരോ പണം നൽകിയെന്ന് ആരോപിക്കുമ്പോൾ അതിനെന്ത് തെളിവാണ് നിങ്ങളുടെ കൈവശമുള്ളത്? നിരപരാധികളായ പ്രവാസികളെ അപമാനിച്ചതിലൂടെ നിങ്ങൾ ആരെയാണ് സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നത്? കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ കത്തിൽ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ വളരെ വ്യക്തമാണ്. ആദ്യമായി, ചാർട്ടർ ഫ്ലൈറ്റിന് BJPയോ ഭാരത സർക്കാരോ ധനസഹായം നൽകിയിട്ടില്ലെന്ന് പരസ്യമായി സമ്മതിക്കുക. രണ്ടാമതായി, പണം വാങ്ങി എത്തിയവർ എന്ന അപകീർത്തികരമായ പ്രസ്താവന പൂർണ്ണമായും പിൻവലിക്കുക. മൂന്നാമതായി, ഈ പരിപാടിയിൽ പങ്കെടുത്ത ആയിരക്കണക്കിന് പ്രവാസികളോടും സന്നദ്ധ പ്രവർത്തകരോടും നിരുപാധികം മാപ്പ് പറയുക. ഇത് കേവലം ഒരു കത്തിൽ ഒതുങ്ങേണ്ടതല്ല. ഇത് പ്രവാസികളുടെ ആത്മാഭിമാനത്തിന്റെ പോരാട്ടമാണ്. ജനാധിപത്യം എന്നാൽ അധിക്ഷേപമല്ല. കോൺഗ്രസിനെ വിമർശിക്കാൻ എല്ലാ അവകാശങ്ങളുമുണ്ട്. ജനാധിപത്യത്തിൽ വിയോജിപ്പുകൾ സ്വാഭാവികവുമാണ്. എന്നാൽ വിമർശനം നയപരമായ തലത്തിൽ നിന്ന് മാറി വ്യക്തിഹത്യയിലേക്ക് കടക്കുമ്പോൾ അത് സംസ്കാര ശൂന്യതയായി മാറുന്നു. സ്വന്തം രാജ്യത്തെ സ്നേഹിക്കുന്ന പ്രവാസികളെ അധിക്ഷേപിച്ച് എന്ത് രാഷ്ട്രീയ നേട്ടമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ സമൂഹം വിവിധ രാഷ്ട്രീയ വീക്ഷണങ്ങൾ പുലർത്തുന്നവരാണ്. അവരെ മുഴുവൻ ഒരു പാർട്ടിയുടെ ലേബലിൽ ഒതുക്കി അധിക്ഷേപിക്കുന്നത് ജനാധിപത്യത്തോട് ചെയ്യുന്ന വഞ്ചനയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അഴിമതിയുടെ പര്യായമായി കോൺഗ്രസ് മാറിക്കഴിഞ്ഞു എന്നതിൻ്റെ തെളിവാണ് ഇത്തരം തരംതാണ ആരോപണങ്ങൾ. നാഷണൽ ഹെറാൾഡ് അഴിമതി കേസിൽ ദില്ലിയിലെ കോടതികൾ കയറിയിറങ്ങുന്ന രാഹുൽ ഗാന്ധിയുടെയും കുടുംബത്തിൻ്റെയും ചരിത്രം രാജ്യം മറന്നിട്ടില്ല. ഭാരതത്തിൻ്റെ സ്വത്തുക്കൾ കൊള്ളയടിച്ചും ഖജനാവും മുടിച്ചും ശീലിച്ചവർക്ക് പ്രവാസികൾ സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്ത് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നത് വിശ്വസിക്കാൻ കഴിയില്ല എന്നത് സ്വാഭാവികം മാത്രമാണ്. കാരണം അവരുടെ നിഘണ്ടുവിലെ രാഷ്ട്രീയ പ്രവർത്തനം എന്നാൽ പണം വാങ്ങിയ ആളുകളെ കൂട്ടുക എന്നത് മാത്രമാണ്. പണത്തിനു വേണ്ടിയുള്ള കച്ചവടം മാത്രമാണ് കോൺഗ്രസ് രാഷ്ട്രീയമെന്ന് അവർ തന്നെ തെളിയിക്കുകയാണ്. വിദേശ മണ്ണിൽ പോയി ഇന്ത്യയും ഇന്ത്യൻ പ്രധാനമന്ത്രിയും തരം താഴ്ത്തി കെട്ടാൻ നടത്തുന്ന ഈ കുപ്രചാരണങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ബുദ്ധിശൂന്യമായ രാഷ്ട്രീയ പക്വതയുടെ ഉദാഹരണം കൂടിയാണ്. തങ്ങൾക്ക് അധികാരം നഷ്ടപ്പെട്ടപ്പോൾ തുടങ്ങിയ ഈ വിഷലിപ്തമായ പ്രചാരവേലകൾ ജനങ്ങൾക്കിടയിൽ കോൺഗ്രസിനെ കൂടുതൽ ഒറ്റപ്പെടുത്തുകയുള്ളൂ. സത്യസന്ധമായ ഒരു കാര്യത്തെ അഴിമതിയായി ചിത്രീകരിക്കുന്നതിലൂടെ തങ്ങൾ ചെയ്ത അഴിമതികൾ മറയ്ക്കാൻ ശ്രമിക്കുന്ന ഈ കപടതന്ത്രം ജനങ്ങൾ തിരിച്ചറിയുന്നുമുണ്ട്.
സ്വന്തം പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹങ്ങളും അഴിമതി ആരോപണങ്ങളും മൂടിവെക്കാൻ പ്രധാനമന്ത്രിയുടെ വിജയാഘോഷങ്ങളെ വിവാദമാക്കുന്ന ഈ തന്ത്രം കോൺഗ്രസിന്റെ രാഷ്ട്രീയ അന്ത്യത്തിന്റെ തുടക്കം കൂടിയാണ്. പ്രവാസികളെ അപമാനിക്കുന്നതിലൂടെ നിങ്ങൾ വ്രണപ്പെടുത്തിയത് ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ വികാരത്തെ തന്നെയാണ്. ആ വികാരം വരും തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് തിരിച്ചടിയായി മാറുമെന്നതിൽ സംശയവുമില്ല. കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്ന ഈ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഒരു തെറ്റ് മാത്രമാണെന്ന് പറയാൻ പറ്റില്ല. അതൊരു ജനാധിപത്യ ധിക്കാരം കൂടിയാണ്. ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ സമൂഹം അധ്വാനത്തിന്റെ വിയർപ്പിൽ നിന്ന് രൂപപ്പെട്ടവരാണ്. അവർക്ക് പ്രധാനമന്ത്രിയെ കാണാൻ ഏതെങ്കിലും പാർട്ടിയുടെ പണം വേണ്ടതില്ല. സംഘാടകർ കത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഈ പരിപാടി മാസങ്ങളുടെ ആസൂത്രണത്തിന്റെയും കൂട്ടായ പരിശ്രമത്തിന്റെയും ഫലമാണെന്ന്. ഇതിനെ പണത്തിന്റെ കണ്ണിലൂടെ കാണുന്ന രാഹുൽ ഗാന്ധിക്കും ഖാർഗെയ്ക്കും എന്താണ് യഥാർത്ഥ പൊതുജന പങ്കാളിത്തം എന്നറിയില്ല. വെറും കിംവദന്തികൾ കേട്ട് രാഷ്ട്രീയം കളിക്കുന്നവരാണിവർ. പരിപാടിയിൽ പങ്കെടുത്തവർക്ക് പണം നൽകിയെന്ന് ആരോപിക്കുമ്പോൾ ആ പണം എവിടെ നിന്ന് വന്നു, ആരുടെ അക്കൗണ്ടിൽ നിന്നാണ് അത് പോയത് എന്നതിന് ഒരു തെളിവ് ഹാജരാക്കാൻ പോലും കോൺഗ്രസ് തയ്യാറാകുന്നില്ല. നുണകൾക്കുമേൽ നുണകൾ അടുക്കി ഒരു വലിയ മല പണിയാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് ആ മലയിൽ തന്നെ കുഴിച്ചു മൂടപ്പെടും. ഓസ്ട്രേലിയയിലെ സംഘാടകർ മാപ്പ് ചോദിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അതിനെ അവഗണിക്കുന്ന ഈ അഹങ്കാരം കോൺഗ്രസിനെ കൂടുതൽ അധപതനത്തിലേക്ക് നയിക്കും. ജനങ്ങളോടുള്ള വെല്ലുവിളിയാണോ ഈ മൗനം? അതോ സ്വന്തം നുണകൾ തിരിച്ചറിയാനുള്ള ശേഷി പോലും നഷ്ടപ്പെട്ടോ? എന്തായാലും ഈ വിവാദത്തോടെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് എന്ന പാർട്ടി പ്രവാസി സമൂഹത്തിന്റെ കണ്ണിലെ കരടായി മാറിയിരിക്കുന്നു. ഇനി ഒരു മടക്കയാത്ര സാധ്യമാണെങ്കിൽ അത് ഈ ആരോപണങ്ങൾ പിൻവലിച്ചു പരസ്യമായി മാപ്പ് പറഞ്ഞുകൊണ്ട് മാത്രമായിരിക്കണം. പക്ഷേ ആ ഔന്നത്യം കാണാൻ രാഹുൽ ഗാന്ധിയുടെ പക്വതയില്ലാത്ത നേതൃത്വത്തിന് കഴിയുമെന്ന് തോന്നുന്നുമില്ല. പ്രവാസികൾക്ക് നൽകിയ അപമാനത്തിന് ഇന്ത്യൻ ജനത വരും നാളുകളിൽ നൽകാൻ പോകുന്ന മറുപടി അത്ര ചെറുതായിരിക്കില്ല. ഇന്ത്യൻ പ്രവാസികൾ കേവലം ഒരു ജനസമൂഹമല്ല, രാജ്യത്തിൻ്റെ യശസ് ലോകമെമ്പാടും ഉയർത്തിപ്പിടിക്കുന്ന അംബാസഡർമാരാണ്. ഓസ്ട്രേലിയയിൽ നടന്ന മെൽബൺ മീറ്റ്സ് മോദി പോലുള്ള പരിപാടികൾ ഇന്ത്യയുടെ സോഫ്റ്റ് പവർ നയതന്ത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലുകളാണ്. വിദേശ മണ്ണിൽ കഴിയുന്ന കോടിക്കണക്കിന് ഇന്ത്യക്കാർ തങ്ങളുടെ രാജ്യത്തിൻ്റെ വികസന കാഴ്ചപ്പാടുകളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ അത് ആഗോളതലത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നു. ഇത്തരമൊരു പരിപാടിയിൽ 30,000-ഓളം ആളുകൾ ഒത്തുചേരുന്നു എന്നതൊരു ചെറിയ കാര്യമല്ല. അത് സംഘാടനത്തിൻ്റെ മികവും ഇന്ത്യയോടുള്ള അടങ്ങാത്ത അഭിനിവേശവുമാണെന്നാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ കൂട്ടായ്മയെ രാഷ്ട്രീയമായ പെയ്ഡ് ക്രൗഡ് എന്ന് മുദ്രകുത്തുന്നതിലൂടെ പ്രവാസികളുടെ വൈകാരികമായ പങ്കാളിത്തത്തെയാണ് പ്രതിപക്ഷം അപമാനിക്കുന്നത്. ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് പിന്നിലെ രാഷ്ട്രീയ അജണ്ടകൾ വളരെയധികം വ്യക്തമാണ്. സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളെ അസ്ഥിരപ്പെടുത്താനും ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താനും മാത്രം ലക്ഷ്യമിട്ടിട്ടുള്ള ഇത്തരം പ്രചാരണങ്ങൾ ജനാധിപത്യമായ വിമർശനമല്ല, ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ശ്രമം തന്നെയാണ്. പ്രവാസികൾ സ്വന്തം ജോലിയിൽ നിന്നും കുടുംബത്തിൽ നിന്നും സമയം കണ്ടെത്തി വലിയൊരു ദൗത്യം പോലെ മുന്നിട്ടിറങ്ങി സംഘടിപ്പിച്ച പരിപാടിയെ പണത്തിൻ്റെ കച്ചവടമായി ചിത്രീകരിച്ചത് ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന് മേൽ വീണ കനത്ത തിരിച്ചടി കൂടിയാണ്. അവരുടെ അധ്വാനത്തെയും അർപ്പണബോധത്തെയും സംശയത്തിൻ്റെ മുന്നിൽ നിർത്തുമ്പോൾ ആഗോളതലത്തിൽ ഇന്ത്യക്കാർ ഒന്നാണെന്ന സന്ദേശത്തിന് മങ്ങലേൽപ്പിക്കാൻ മാത്രമേ ഇവർക്ക് കഴിയൂ. വിമർശനങ്ങൾ ജനാധിപത്യത്തിൻ്റെ ശോഭയാണ്. എന്നാൽ വിമർശനം എന്ന പേരിൽ അസത്യങ്ങൾ വിളിച്ചു പറയുന്നത് രാഷ്ട്രീയമായ അധപതനത്തെയാണ് കാണിക്കുന്നത്. രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും നയിക്കുന്ന കോൺഗ്രസ് പാർട്ടി ചരിത്രത്തിലുടനീളം ആരോപണങ്ങൾക്കും വിവാദങ്ങൾക്കും മധ്യയാണ് സഞ്ചരിച്ചിട്ടുള്ളത്. നാഷണൽ ഹെറാൾഡ് അഴിമതി കേസ് മുതൽ കൽക്കരിയിലും 2G സ്പെക്ട്രം വരെ നീളുന്ന കോൺഗ്രസിന്റെ അഴിമതി ചരിത്രം ജനമധ്യത്തിൽ ഇപ്പോഴും ചർച്ചയാണ്. സ്വന്തം ഭരണകാലത്തെ അഴിമതി കഥകൾ മറച്ചുവെക്കാൻ പാടുപെടുന്നവർ വിദേശ മണ്ണിൽ നടക്കുന്ന ഈ ജനകീയ പരിപാടിയുടെ സത്യസന്ധതയെ ചോദ്യം ചെയ്യുന്നത് തികച്ചും പരിഹാസ്യമാണ്. ഓസ്ട്രേലിയയിലെ സംഘാടകർ ഉന്നയിച്ചതുപോലെ ആരോപണങ്ങൾ തെളിയിക്കാൻ കോൺഗ്രസിന് ബാധ്യതയുണ്ട്. വെറും ഊഹാപോഹങ്ങളുടെ പുറത്ത് ജനങ്ങളെ അപമാനിക്കുന്നതിന് പകരം വസ്തുതകൾ പരിശോധിക്കാൻ അവർ തയ്യാറാകണം. രാഷ്ട്രീയത്തിൽ വിയോജിപ്പുകൾ സ്വാഭാവികമാണെങ്കിലും രാജ്യത്തിന്റെ യശസ്സിനെ ബാധിക്കുന്ന വിഷയങ്ങളിൽ അടിസ്ഥാനരഹിത ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് രാജ്യസ്നേഹമുള്ള ഏത് പൗരനെയും വേദനിപ്പിക്കുന്നതാണ്. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് വിദേശ മാധ്യമങ്ങളുടെ പേര് പറഞ്ഞ് പ്രചാരണം നടത്തിയവർ അത്തരം മാധ്യമങ്ങളുടെ വിശ്വസ്തതയെക്കുറിച്ച് കൂടി ചിന്തിക്കേണ്ടതുണ്ട്. പ്രതിപക്ഷത്തിന് സർക്കാരിനെതിരെ ശബ്ദമുയർത്താം, പക്ഷേ അത് ജനങ്ങളെ അപമാനിച്ചുകൊണ്ട് ആവരുത്. സംഘാടകർ ആവശ്യപ്പെട്ടതുപോലെ മാപ്പ് പറയുക. ഈ മാപ്പ് പറച്ചിൽ കോൺഗ്രസിന്റെ അഹങ്കാരത്തിനേൽക്കുന്ന വലിയൊരു അടിയായിരിക്കും. സത്യം എപ്പോഴും പുറത്തു വരും. അഴിമതിയും കള്ളപ്രചാരണങ്ങളും കൊണ്ട് അധികകാലം മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് രാഹുൽ ഗാന്ധിയും ഖാർഗെയും തിരിച്ചറിയുന്നതാണ് നല്ലത്. ഇന്ത്യയുടെ യശസ്സുയർത്തുന്ന പ്രവാസികളെ അപമാനിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇന്ത്യൻ ജനത മാപ്പ് നൽകില്ല. ഈ വിവാദത്തിൽ കോൺഗ്രസ് നേതൃത്വം മൗനം പാലിക്കുന്നത് അവരുടെ കുറ്റസമ്മതമായി തന്നെ കണക്കാക്കേണ്ടി വരും. ഈ വാർത്തയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.